ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടി ഞാനൊരു സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ദോശമാവോ ഇഡ്ഡലി മാവോ ഏതായാലും കുഴപ്പമില്ല. 2 ടൈപ്പ് ഊത്തപ്പം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പാട്ടോ ഇത്. ഇതിട്ട് ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല. ഞാനിവിടെ പരത്തിയത് കുറച്ച് കൂടി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് സവാള ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എല്ലാത്തിലും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മോൾക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു മുളകാണ്, ഒരു പച്ചമുളക് കുഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് മോൾക്കാണ് ഉണ്ടാക്കണേ. പിന്നെ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റാണ്. ഇതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അതിലോട്ട് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് നമ്മൾ 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മോൾക്കായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൈഡിലോട്ടൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവിന് അത്യാവശ്യം ഉപ്പ് വേണം കേട്ടോ, എന്നാലേ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്യാരറ്റിലും സവാളയിലൊന്നും ഉപ്പില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് മുഴുവൻ അങ്ങോട്ട് ഇളകിപ്പോകും. മറിച്ചിടുമ്പോൾ തിരിച്ചിടുമ്പോൾ ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. നമ്മൾ തിരിച്ചിടുമ്പോൾ നമ്മുടെ എല്ലാം ഈ തവിയിലൊക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടൈപ്പ് ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. വളരെ കളർഫുള്ളാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ സെക്കൻഡ് ടൈപ്പ് ഊത്തപ്പം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതുപോലെ തന്നെ മാവൊഴിച്ച് പരത്തി, അതുപോലെ സവാള ഇട്ടു, ഒരു പച്ചമുളക് ഇട്ടു, പിന്നെ ക്യാരറ്റ് ഇട്ടു, മല്ലിയില ഇട്ടു. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നതാണ്, ഇതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത, ഇഡ്ഡലിപ്പൊടി അഥവാ ചട്നിപ്പൊടി എന്നൊക്കെ പറയില്ലേ, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഇതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ചട്നിപ്പൊടിയൊക്കെ കുറച്ച് അധികം ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ചട്നിപ്പൊടി. അതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. ഞാൻ കുറച്ച് കൂട്ടി വെച്ചോ എന്നൊരു സംശയമുണ്ട്. ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഹെൽത്തിയും അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്തൊരു കളർഫുള്ളല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മുടെ 2 ടൈപ്പ് ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുന്ന പോലെയല്ല, ഭയങ്കര ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എന്നെ ഇവിടം വരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഒരുപാട് സ്നേഹം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം. ബൈ.